കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ പാർവതി നേത്തിയാർ, ഒറ്റപ്പാലം. ശ്രീകൃഷ്ണ ഭക്തനായ പൂന്താനം തിരുമേനിയെ പറ്റിയാണ് ഇന്നത്തെ ചെറിയ വിവരണം. ശ്രീകൃഷ്ണ ഭക്തനായ പൂന്താനം തിരുമേനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയാൽ കുളിയും ജപവും പ്രദക്ഷിണവും നമസ്കാരവുമായി മിക്കവാറും ക്ഷേത്രത്തിൽ തന്നെ താമസിച്ചു കൊണ്ടിരുന്നു. വല്ലപ്പോഴും ഇല്ലത്ത് വന്ന് എന്തെങ്കിലും ദ്രവ്യം കിട്ടിയതുണ്ടെങ്കിലൊക്കെ അത് പത്നിയെ ഏൽപ്പിച്ച് വീണ്ടും ഗുരുവായൂർക്ക് മടങ്ങിപ്പോകും. പത്നിയും കൃഷ്ണനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഇല്ലത്ത് കഴിഞ്ഞുകൂടുന്നു. അക്കാലത്താണ് പൂന്താനം സന്താന ഗോപാലം സന്താനകരമായിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ആ കഥയിൽ ഒരു പാന രീതിയിൽ എഴുതാൻ തുടങ്ങിയത്. ശ്രീകൃഷ്ണനും അർജുനനും കൂടി വൈകുണ്ഠത്തിൽ ചെന്ന ആ ഭാഗത്ത് വൈകുണ്ഠത്തെ ഏതു പ്രകാരമാണ് വർണ്ണിക്കേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം ഉറങ്ങാൻ കിടന്നു. അന്ന് ഗുരുവായൂരപ്പൻ വൈകുണ്ഠത്തെ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത്. അതിൻ പ്രകാരമാണ് സന്താനഗോപാലത്തിൽ വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുന്നത് അത്രേ. പൂന്താനത്തിന് വിൽപ്പത്തി ഇല്ലായിരുന്നുവെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്നു. പല വിദ്വാൻമാർ ഭാഗവതം വായിച്ച അർത്ഥം പറയുന്നതൊക്കെ അദ്ദേഹം കേട്ട് അദ്ദേഹത്തിന് ഭാഗവതം ഏതു ഭാഗം വായിക്കുന്നത് കേട്ടാലും അർത്ഥം പറയാറായി തീർന്നു എന്ന് മാത്രമല്ല, ഭക്തനായ അദ്ദേഹം ഭക്തിരസത്തോടു കൂടി അർത്ഥം പറയുന്നത് കേൾക്കാൻ ഒരുപാട് ജനങ്ങൾ എപ്പോഴും വളരെ കൗതുകത്തോടെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഒടുക്കം ഭാഗവതം ആര് വായിച്ചാലും അർത്ഥം പറയാൻ പൂന്താനം നമ്പൂതിരി വേണം എന്ന് ജനങ്ങൾക്ക് നിർബന്ധമായി. അങ്ങനെ ഒരു ദിവസം ഒരു വിദ്വാൻ വായിക്കാനും പൂന്താനത്തിന് നമ്പൂതിരി അർത്ഥം പറയാനും തുടങ്ങുകയാണ്. വായന കേൾക്കാൻ പണ്ഡിതന്മാരും പാമരന്മാരുമായിട്ട് അസംഖ്യം ജനങ്ങളൊക്കെ അവിടെ വന്നുകൂടി. അന്ന് വായിച്ച ഭാഗം രുക്മിണി സ്വയംവരം കഥയായിരുന്നു. അർത്ഥം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോധർമ്മം പോലെയായിരുന്നു പൂന്താനം. ശ്ലോകാർത്ഥം നോക്കിയിട്ടല്ല എന്നർത്ഥം. അതിനാൽ രുക്മിണി കൃഷ്ണന്റെ അടുക്കലേക്ക് ബ്രാഹ്മണനെ പറഞ്ഞയക്കുന്ന ഭാഗം വർണ്ണിച്ചപ്പോൾ അദ്ദേഹം രുക്മിണി തൻ്റെ എല്ലാ വിഷമങ്ങളും കൃഷ്ണനോടുള്ള പ്രേമവും എഴുതി ബ്രാഹ്മണന്റെ കയ്യിൽ ഒരു എഴുത്തു കൊടുത്തയച്ചു എന്ന് പ്രത്യേകം പറഞ്ഞു. എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന വിദ്വാനായ ആ നമ്പൂതിരി പൂന്താനത്തിനെ പരിഹസിക്കാനായിട്ട് എഴുത്തു കൊടുത്തയച്ചു എന്നുള്ളത് ഏത് ശ്ലോകത്തിലാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സംസ്കൃതത്തിൽ അത്ര വിൽപ്പത്തിയില്ലാതിരുന്ന പൂന്താനം മറുപടി പറയാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചു. അപ്പോൾ അതാ ശ്രീകോവിലകത്ത് നിന്ന് കണ്ണൻ ചോദിക്കുന്നു, എഴുത്ത് കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നപ്പോൾ രുക്മിണിയുടെ ഒരു എഴുത്തു കൂടി കൊണ്ടുവന്നിരുന്നു. കണ്ണൻ്റെ ഈ ഉത്തരം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വ്യക്തമായിട്ട് കേട്ടു. ഇത് കേട്ടപ്പോൾ ചോദ്യം ചോദിച്ച നമ്പൂതിരി പൂന്താനം തിരുമേനിയോട് ക്ഷമ ചോദിച്ചു എന്നാണ് പറയണത്. അദ്ദേഹം ആനന്ദക്കണ്ണീരോടെ കണ്ണടച്ചിരുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭക്തിയും ഭഗവാൻ അദ്ദേഹത്തോടുള്ള സ്നേഹവും കണ്ട് അത്ഭുതപ്പെട്ടുപോയി. പലരും പറഞ്ഞ് ഈ കഥകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഇല്ലത്തും അറിഞ്ഞു. ഗുരുവായൂരപ്പൻ പോലും ഇത്ര ഇഷ്ടത്തോടെ കേൾക്കുന്ന പൂന്താനത്തിൻ്റെ ഭാഗവതം കഥ ഒരിക്കലെങ്കിലും കേൾക്കണം എന്ന അദ്ദേഹത്തിൻ്റെ പത്നിക്ക് മോഹമായി. അപ്പോൾ ആ പ്രാവശ്യം പൂന്താനം തിരുമേനി ഗുരുവായൂരിൽ നിന്ന് ഇല്ലത്തെത്തിയപ്പോൾ അന്തർജനം വളരെ വിനയത്തോടെ പൂന്താനത്തോട് പറഞ്ഞു, ഇവിടുന്ന് ഭഗവാന്റെ കഥ പറയുന്നത് കേൾക്കാൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നേരിട്ട് വരിക പതിവുണ്ടെന്ന് കേൾക്കണ്ടായി. അതൊന്ന് കേട്ടാൽ കൊള്ളാമെന്നൊരു മോഹമുണ്ട്. നമ്മുടെ ഇല്ലത്ത് ഭാഗവത സപ്താഹം നടത്തിയാൽ നന്നായിരുന്നു. ഇവിടുന്ന് കഥ പറയുന്നത് കേൾക്കാൻ ഗുരുവായൂരപ്പനും ഇങ്ങോട്ട് വരുമല്ലോ, അതും ഒരു സുഹൃതല്ലേ. ഇത് കേട്ട പൂന്താനം തിരുമേനി ഒന്നും പറയാതെ കണ്ണടച്ചിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടത്താൻ ചെലവെത്രയാണ്?
പാരായണത്തിന് ഒരു പണ്ഡിത ശ്രേഷ്ഠനെ വിളിക്കണം, അദ്ദേഹത്തിന് ദക്ഷിണ നൽകണം, ദിവസവും പാരായണം കേൾക്കുവാനായി വരുന്ന സദസ്യർക്ക് അന്നദാനം നടത്തണം. അതിനുള്ള സമ്പാദ്യം കയ്യിലില്ലായിരുന്നു. പതിയുടെ മൗനത്തിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞ അന്തർജനം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. സപ്താഹം നടക്കുന്ന ദിവസങ്ങളിലെ ഭക്ഷണത്തെക്കുറിച്ച് അങ്ങ് വ്യാകുലപ്പെടേണ്ട. ഇവിടുന്ന് നിത്യദാനത്തിനായി തന്ന ധനം കുറച്ച് ഞാൻ നീക്കി വച്ചിട്ടുണ്ട്. പോരാത്തതെല്ലാം ഉണ്ണികൃഷ്ണൻ തന്നെ അങ്ങോട്ട് നടത്തി തരും. എല്ലാം ഭഗവാന് സമർപ്പിച്ച് സപ്താഹം നടത്താമെന്ന് തീരുമാനിച്ച് നല്ലൊരു ദിവസവും നിശ്ചയിച്ചു. ആ സമയത്ത് ഇല്ലത്ത് അതി തേജസ്വിയായ ഒരു ബ്രാഹ്മണനും പത്നിയും എത്തിച്ചേർന്നു. സപ്താഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണന് അതിയായ സന്തോഷമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അത്യാവശ്യം ഭാഗവതം വായനയൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അങ്ങയ്ക്ക് വിരോധമില്ലാച്ച പാരായണം ചെയ്യാൻ അനുവാദം തരണം. അങ്ങയുടെ കഥ കേൾക്കാൻ ഞങ്ങൾ വരാറുണ്ട്. എത്ര കേട്ടാലും എൻ്റെ പത്നിക്ക് അങ്ങയുടെ കഥ പറച്ചിൽ മതിയാവില്ല. ഈ സമയത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത് ഭാഗ്യമായി. ഇത് കേട്ട പൂന്താനത്തിനും പത്നിക്കും വളരെയധികം സന്തോഷമായി. നിശ്ചയിച്ച ദിവസം തന്നെ പൂന്താനം ഇല്ലത്ത് ഭാഗവത പാരായണം അങ്ങോട്ട് ആരംഭിച്ചു. ഇത്ര മനോഹരമായ ഒരു പാരായണം ഇതുവരെ കേട്ടിട്ടില്ല. കേൾക്കുന്നവരുടെ ഉള്ളിൽ ആനന്ദം നിറയുന്നു, കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്നു. ആനന്ദ നിർവൃതിയിൽ ലയിച്ചിരുന്ന പൂന്താനം കഥ പറയാൻ തുടങ്ങി. കഥ അവസാനിക്കുന്നത് വരെ ഗുരുവായൂരപ്പൻ്റെ രൂപം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഇത്രയും ഭക്തിയോടെ മാധുര്യത്തോടെ ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എല്ലാം മറന്ന് ഭഗവാനിൽ അങ്ങോട്ട് ലയിച്ചിരിക്കുകയാണ്. സപ്താഹ വായന കേൾക്കാൻ ആൾക്കാർ ഇല്ലത്തേക്ക് ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭാഗവത പാരായണം കഴിഞ്ഞ അന്തർജനം എല്ലാവർക്കും മൃഷ്ടാന ഭോജനം നൽകി അവരെ സംതൃപ്തരാക്കിക്കൊണ്ടിരുന്നു. ഭഗവാനിൽ അലിഞ്ഞ് ദിവസങ്ങൾ നിമിഷങ്ങളായി കടന്നുപോയി എന്ന് പറയാം. വായനയുടെ സമാപന ദിവസം എല്ലാം ഭംഗിയായി അവസാനിച്ചു. പക്ഷേ അന്ന് അദ്ദേഹം അന്തർജനത്തെ അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. അദ്ദേഹം അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ കണ്ണൻ്റെ മുന്നിൽ കണ്ണടച്ചിരിക്കുന്നു. ആ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നു. പൂന്താനം അടുക്കളയിൽ ചെന്നു. അടുപ്പിൽ തീ കത്തിച്ച ലക്ഷണമേ ഇല്ല. ആഹാരം വിളമ്പാൻ സമയമായി. വീണ്ടും പൂജാമുറിയിലെത്തിയ അദ്ദേഹത്തിൻ്റെ മാറ്റം കേട്ട കണ്ണു തുറന്ന അന്തർജനം നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ഇന്ന് ഇല്ലത്ത് ആഹാരം ഉണ്ടാക്കാൻ സാധനങ്ങളൊന്നുമില്ല. പറഞ്ഞ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല എനിക്ക്. ഞാൻ മൂലം ഇവിടത്തേക്കൊരു ചീത്തപ്പേര്. തൊണ്ടയിടറി വാക്കുകൾ പുറത്തു വരാതെയായി. പത്നി പറയുന്നത് കേട്ട് പൂന്താനം ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാനെ, എന്തൊരു പരീക്ഷണമാണ്! ഇങ്ങനെ കരഞ്ഞ് ഭഗവാനെ വിളിച്ചുകൊണ്ടിരുന്ന അവരുടെ അരികിലേക്ക് എന്നും വളരെ പ്രിയത്തോടെ വായന കേൾക്കാനെത്തിയ ഒരു ബ്രാഹ്മണ ദമ്പതിമാർ കടന്നു വന്നു. പൂന്താനം തിരുമേനി, ഇത്രയും മനോഹരമായ ഒരു സപ്താഹം ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് എതിരൊന്നും പറയരുതട്ടോ. ഇന്നത്തെ അന്നദാനം ഞങ്ങളുടെ വകയാണ്. മാത്രമല്ല ആചാര്യ ദക്ഷിണയ്ക്കുള്ള ദ്രവ്യവും വസ്ത്രവും കൂടി ഞങ്ങൾ കരുതി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് പത്നി സമേതനായിട്ട് വന്നാലും എല്ലാവരും അങ്ങയെ കാത്തിരിക്കുന്നു. അത്യന്തം അത്ഭുതത്തോടെ ധൃതിയിൽ പൂന്താനവും പത്നിയും മുറ്റത്തെ യജ്ഞശാലയിലെത്തി. വിഭവങ്ങൾ സമൃദ്ധമായിട്ട് എല്ലാ പാത്രങ്ങളിലും അതാ നിറച്ചു വച്ചിരിക്കുന്നു. വെള്ളിത്താലങ്ങളിൽ ദക്ഷിണയ്ക്കുള്ള പട്ടുവസ്ത്രങ്ങളും ഫലങ്ങളും പട്ടിൽ പൊതിഞ്ഞ ദ്രവ്യവും വെച്ചിരിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ! പൂന്താനത്തിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് നിറഞ്ഞൊഴുകി. ആ യുവാവ് അദ്ദേഹത്തെയും പത്നിയെയും കൂട്ടിക്കൊണ്ടുപോയി. പാരായണത്തിന് വന്ന ദമ്പതികൾക്ക് ദക്ഷിണ നൽകാൻ ആവശ്യപ്പെട്ടു. പറയാൻ കഴിയാത്ത ആനന്ദത്തോടെ അവർ ആ യുവാവിനെ അനുസരിച്ചു. അതിനുശേഷം ആ യുവ ദമ്പതികൾ തന്നെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആനന്ദ നിർവൃതിയോടെ പൂന്താനവും അന്തർജനവും എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അവസാനം പൂന്താനത്തെയും അന്തർജനത്തെയും ഇരുത്തി അവർ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പിന്നീട് ആ യുവദമ്പതിമാരെ ഇരുത്തി പൂന്താനവും പത്നിയും ആഹാരം വിളമ്പി. അങ്ങനെ എല്ലാം മംഗളമായിട്ട് നടന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ പൂന്താനത്തിനൊരു സ്വപ്ന ദർശനമുണ്ടായി. വായനയ്ക്ക് വന്ന പണ്ഡിത ബ്രാഹ്മണനും പത്നിയും യുവദമ്പതിമാരും പൂന്താനത്തിനരികത വന്നു നിൽക്കുന്നു. പണ്ഡിത ബ്രാഹ്മണന്റെയും പത്നിയുടെയും സ്ഥാനത്ത് ആരാ? സാക്ഷാൽ പരമേശ്വരനും ശ്രീപാർവതിയും. മഹാദേവൻ പറഞ്ഞു, പൂന്താനം, ഭാഗവത സപ്താഹം അസലായിരിക്കണം കേട്ടോ. എത്ര കേട്ടാലും മതിയാവില്ല.
ആ സമയം കൂടെ ഉണ്ടായിരുന്ന ദമ്പതികളുടെ സ്ഥാനത്ത് പുഞ്ചിരിയോടെ നിൽക്കുന്ന രാധാസമേതനായ കൃഷ്ണനെയാണ് അവിടെ കണ്ടത്. കണ്ണൻ മന്ദഹാസത്തോടെ പറഞ്ഞു, എൻ്റെ കഥകളും ലീലകളും ഇത്രയും സരസമായി പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ രണ്ടുപേരും പൂന്താനത്തിന് അരികെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് സദ്യ വിളമ്പിയതും ഞങ്ങൾ തന്നെയായിരുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം അനുഭവിച്ച ആ പൂന്താനത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൃഷ്ണ, ഗുരുവായൂരപ്പ, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരുടെ ഹൃദയത്തിലും കൃഷ്ണഭക്തി നിറഞ്ഞു തുളുമ്പട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്തേ. പാർവതി നേത്യാർ, ഒറ്റപ്പാലം.